ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് വഴി ഒരു ചോപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. അത് കട്ട് ചെയ്ത സമയത്ത് എനിക്കതിനുള്ളിൽ നിന്ന് ഞാൻ ഓൺലൈനിലാണ് പേയ്മെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സ്കാൻ വിത്ത് ഗൂഗിൾ പേ എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഹിന്ദി ഹോം റിവാർഡ് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ ഡീറ്റെയിൽ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും അറിയുമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ എന്താണ് സംഭവം എന്ന്. ഇത് ബ്രാൻഡ് വന്നിട്ട് ഗോപി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. ഇതിൻ്റെ ബോക്സിൽ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 1 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ ഇതിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്ന MRP 1499 എന്നാണ്. പക്ഷേ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് റേറ്റ് ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, വർക്കാവുന്നുണ്ട്, ഡാമേജ് ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറയാമെന്ന് 164 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് വരുന്നത്. ഇതിനകത്ത് 5 ബ്ലേഡാണുള്ളത്. ബ്ലേഡ് നല്ല ഷാർപ്പാണ് കേട്ടോ. അപ്പം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അതെടുത്ത് അവരെടുക്കാതൊക്കെ മാറ്റി വയ്ക്കണം. അപ്പം ഞാനിവിടെ ഒരു സബോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ചോപ്പ് ചെയ്യുമ്പോൾ ആദ്യമായതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതത്ര കുറച്ചിരിക്കില്ല തറയിൽ. അപ്പോൾ നമ്മൾ പിടിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ വലുതായിട്ട് അരിയുമ്പോൾ നമ്മൾ വലിക്കുന്ന സമയത്ത് ബ്ലേഡിനുള്ളിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് വേണം പിന്നെ വലിക്കാൻ, അല്ലെങ്കിൽ അത് ശരിക്കും നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് അടയ്ക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കണം. അതിലൊരു ലോക്ക് പോലെ ഉണ്ട്. അതിൽ വെച്ചാൽ മാത്രമേ അത് നല്ലപോലെ അടഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതൊരു മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും സബോള ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അതേ ഉള്ളൂ. പിന്നെ പാത്രമാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ഇപ്പം ഞാൻ പെട്ടെന്ന് താഴെയൊക്കെ വീണ് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതിലേക്ക് ബീറ്റ്റൂട്ടാണ് ഇട്ട് നോക്കുന്നത്. അപ്പം ബീറ്റ്റൂട്ട് ഞാൻ ആദ്യം സവോള വലുതായിട്ട് അരിഞ്ഞത് കൊണ്ട് ബീറ്റ്റൂട്ട് ഞാൻ ചെറുതായിട്ടാണ് അരിയുന്നത്. അപ്പം ഞാൻ പാത്രം നല്ലപോലെ നമ്മൾ ബലം കൊടുക്കണം. പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ അതവിടെ ഉറച്ചിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന സ്പീഡിനനുസരിച്ച് പാത്രം പുറകോട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പമെന്ന് ക്യാബേജ് ആണെങ്കിലും ക്യാരറ്റ്, അങ്ങനെ നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ പച്ചക്കറികളും തന്നെ നമുക്ക് ഇതേപോലെ ഒരു ചോപ്പറിനകത്ത് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് കഴിയാൻ ഒരു സഹായിയാണ് ഇത്. ഇല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ അരിയാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പച്ചക്കറികളാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അതിൻ്റെ സൈസിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. പക്ഷെ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് വലിക്കണമെന്നേ ഉള്ളൂ. ആദ്യം ആയതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കൈക്കൊക്കെ ആണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചായി കഴിയുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. ആ ത്രെഡാണെങ്കിലും വലിക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് പൊക്കിയിട്ട് വലിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് ഉരുകിയിട്ട് ആ ത്രെഡ് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചൂടാവില്ല. നമ്മൾ വലിക്കുന്നതനുസരിച്ച് അത് ചൂടാവുമ്പോൾ ആ ത്രെഡ് കൊണ്ട് അതവിടെ ഉരുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുണ്ടെല്ലാം ഓക്കെയാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്